കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, മാതാവിൻ്റെ മാസമായ ഈ മെയ് മാസത്തിൽ, വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയുടെ നന്മകളെ സ്തോത്രഗീതത്തിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യം, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന മനോഹരമായ വാക്യം ദിവ്യകാനീശയുടെ മുമ്പിൽ നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം. അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായൊരു പുണ്യമാണത്. ഭക്തി നിറഞ്ഞ മനുഷ്യരായിട്ട് മാറുക. ആ ഭക്തി, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭക്തി അവൻ്റെ ജീവിതത്തിൽ തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന ഘടകമായി മാറുകയാണ്. എത്രമാത്രം ദൈവഭക്തിയിൽ എൻ്റെ ജീവിതത്തെ നയിക്കുന്നു, അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ദൈവകരുണ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഇതാ പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ നിറഞ്ഞവരെ. 1 തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 6-ാം അധ്യായം 6-ാം വാക്യം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന്, പൗലോസ് പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ തന്നിരിക്കുന്നതിലെല്ലാം തന്നെ ഞാനൊരു സംതൃപ്തിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ എനിക്ക് സാധിച്ചാൽ, മറിയത്തിന് സ്തോത്രഗീതം മുഴുവൻ ആ ഒരു മഹത്വത്തിൻ്റെ സ്തുതിഗീതമാണ്. മഹത്വപ്പെടുത്തിയോടെ ജീവിക്കാൻ സാധിച്ചാൽ അവിടെ ആ ഭക്തി തന്നെ, ദൈവഭക്തി തന്നെ നമുക്ക് വലിയൊരു നേട്ടമായി മാറുകയാണ്. എന്താണ് ആ വലിയ നേട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണയാണ് ആ വലിയ നേട്ടം. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവിക കരുണ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയുവാൻ അത്രമാത്രം ദൈവഭക്തി ആവശ്യമാണെന്ന് ഇതാ പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു നിമിഷം ദിവ്യാന്വേഷണം പോലും നമുക്കായിരിക്കാം. ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ ചില അസ്വസ്ഥതകളിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ഭക്തിയുടെ അംശം ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ ഭക്തിയുടെ അംശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട്, ദൈവ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുമെന്നുള്ള ഈ സ്തോത്രഗീതത്തിൻ്റെ വാക്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദൈവഭക്തിയിൽ നിരന്തരം വളരുവാനായിട്ട്, ഭക്തിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന, ഞങ്ങളുടെ കൗദാശിക ജീവിതം, വചന വായനയും ധ്യാനവും മനനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവഭക്തിയിൽ വളരെ ഞങ്ങളെ സഹായിക്കുന്ന ഘടകമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, ഈശോയെ, ഈ വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും ദൈവ സാന്നിധ്യ സ്മരണയിലൂടെയും ദൈവഭക്തിയിൽ നിരന്തരം ആഴപ്പെട്ടുകൊണ്ട്, ദൈവവചന വായനയിലൂടെയും ആഴപ്പെട്ടുകൊണ്ട് അങ്ങയുടെ കരുണയെ ഞങ്ങളുടെ ജീവിതത്തിലും തലമുറകളിലേക്കും സ്വന്തമാക്കുന്ന മനുഷ്യരായിട്ട് മാറുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാലും നമുക്ക് നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കും. യേശുവേ, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തിയുള്ള മനുഷ്യരായി ഞങ്ങളെ മാറ്റണമേ. ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണെന്ന് വചനം അനുശാസിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളിലും ഒരു സംതൃപ്തി സ്വന്തമാക്കുവാൻ, ദൈവത്തിന്റെ ദാനമാണെന്ന ബോധ്യത്തിൽ ജീവിച്ചുകൊണ്ട്, ദൈവഭക്തിയിൽ ജീവിച്ച് ദൈവ കരുണ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം സകലർക്കും ഒരു അനുഗ്രഹമായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാണ്. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.